മഹാഭാരത യുദ്ധം ആരംഭിക്കാനിരിക്കെ ഒരു ഭാഗത്ത് പാണ്ഡവരും മറുഭാഗത്ത് കൗരവരും തയ്യാറായി നിൽക്കുകയാണ്. അന്യോന്യം യുദ്ധത്തിന് തയ്യാറായ സമയത്താണ് അവിടെ ഒരു പക്ഷി മുട്ടയിട്ടു. ആ പക്ഷി അതീവ സങ്കടത്തോടു കൂടി മുട്ടയിട്ടു. കാരണം എന്താ വെച്ചാൽ യുദ്ധത്തിൻ്റെ സമയമാണ്. രണ്ട് സേനകളും പരസ്പരം യുദ്ധം ചെയ്യാനിരിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ കുഞ്ഞ് മുട്ട വിരിഞ്ഞ് പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ യുദ്ധം അവസാനിച്ച് ലോകം നശിച്ചിരിക്കും. അപ്പം ആരും അറിയാണ്ട് ജനിക്കാൻ പോണ എൻ്റെ ഈ കുഞ്ഞ്, ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെ ഭഗവാനെ അങ്ങ് തന്നെ സംരക്ഷിക്കണേ എന്ന് അപേക്ഷിക്കുകയാണ് ആ പക്ഷി. എല്ലാം അങ്ങേക്ക് സമർപ്പിക്കണമെന്ന് പറയുകയാണ്. ഞാനെല്ലാം അങ്ങേക്ക് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ആ പക്ഷി ഭഗവാനോട് പ്രാർത്ഥിച്ചു. യുദ്ധം തുടങ്ങി. രണ്ട് സേനയും പരസ്പരം അതിഗംഭീരമായിട്ടുള്ള യുദ്ധം ചെയ്തു. മഹാഭാരത യുദ്ധത്തിൽ അവസാനം അർജുനൻ്റെ രഥം എടുത്തിട്ട് കൃഷ്ണൻ പുറത്തേക്ക് പോവുകയായിരുന്നു. പാണ്ഡവർ ജയിച്ചു കഴിഞ്ഞിരുന്നു. യുദ്ധക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ അർജുനൻ്റെ രഥം എടുത്ത് പോകുമ്പോൾ പ്രഭു വേഗത്തിൽ ചമ്മട്ടിയെടുത്ത് കുതിരകളെ പൂട്ടി രഥം ഓടിച്ചു പോയപ്പോൾ അതിനകത്ത് നിന്ന് ഒരു പക്ഷിയുടെ കുഞ്ഞ് പുറത്തു പോകുന്നുണ്ടായിരുന്നു എന്നുള്ളത് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അർജുനന് വലിയ ആശ്ചര്യമായി. അർജുനൻ ഭഗവാനോട് പറയുകയാണ്, കേശവ ഇതെന്താ കാണുന്നത്? ഇത്രയും ഭയങ്കരമായിട്ടുള്ളൊരു മഹാഭാരത യുദ്ധത്തിന് സമാനമായിട്ട് ഒരു യുദ്ധം ഈ ലോകത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിൽ യോദ്ധാവായ പിതാമഹൻ വരെ രക്ഷപ്പെട്ടിട്ടില്ല. ദുര്യോധനെ പോലുള്ള ബലശാലികളും രക്ഷപ്പെട്ടിട്ടില്ല. ദ്രോണാചാര്യരെ പോലുള്ള ധനുർധാരിയും രക്ഷപ്പെട്ടിട്ടില്ല. അത്രയും ഘോരമായിട്ടുള്ള മഹാഭാരത യുദ്ധം, ഈ അതിഗംഭീര യുദ്ധത്തിൽ ഈ പക്ഷിയുടെ കുഞ്ഞിൻ്റെ രക്ഷ ആര് ചെയ്തു? ഭഗവാൻ ചിരിച്ചുകൊണ്ട് അർജുനോട് പറയണം, അർജുന, നിന്നെ രക്ഷിച്ച അതേ ശക്തി തന്നെയാണ് ഈ പക്ഷിക്കുഞ്ഞിനെയും യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷിച്ചത്. ആരാണോ ഭഗവാന്റെ ചരണങ്ങളിൽ സ്വയം സമർപ്പിതരാവണത് അവരെ ഭഗവാൻ തന്നെ രക്ഷിക്കും.